അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മാംഗോ സൂഫ്ലയാണ്. അതിലേക്ക് ഞങ്ങൾ 2 പഴുത്ത മാങ്ങ, മീഡിയം സൈസിലുള്ള, അത്യാവശ്യം മീഡിയം സൈസ് 2 പഴുത്ത മാങ്ങ നന്നായിട്ട് ഒരു പീസായിട്ട് മുറിച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലോട്ട് നമ്മൾ 4 സ്പൂണോളം നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. 4 അല്ലെങ്കിൽ 5 സ്പൂൺ നമ്മളുടെ മധുരത്തിന് അനുസരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അടുപ്പത്ത് തീ കത്തിച്ച് വെച്ചിട്ട് നമ്മുടെ ഈ ഒരു മാംഗോയുടെ പാത്രം നമ്മൾ അടുപ്പത്ത് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. നമ്മുടെ ഈ മാങ്ങയായതുകൊണ്ട് നമ്മൾ ഒന്ന് തിളച്ച് വരുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. നമ്മൾ ഈ പൈനാപ്പിളും കാര്യങ്ങളാണെങ്കിൽ നമുക്ക് കുറേ നേരം വരേണ്ടി വരും. അപ്പോൾ ഈ ഒരു ഷുഗറൊക്കെ ഒന്ന് നന്നായിട്ട് മെൽട്ടായി വന്നിട്ടുണ്ട്. അതാ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ മാംഗോ ആയതുകൊണ്ട് കുറേ നേരം തിളച്ചാൽ നമുക്ക് കടിക്കാനൊന്നും കിട്ടത്തില്ല. അതുകൊണ്ട് നമ്മൾ വരുമ്പോൾ തന്നെ നമ്മൾ അതൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുക്കണം. അങ്ങനെ ഇതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇങ്ങനെ തിളച്ച് വരുമ്പോൾ നമ്മുടെ ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് മാംഗോയുടെ ജെല്ലി ക്രിസ്റ്റൽ ഉണ്ടാക്കണം. അപ്പോൾ നമ്മൾ ജെലാറ്റിൻ വെച്ചിട്ടും പിന്നെ ചൈന ഗ്രാസ് വെച്ചിട്ടൊക്കെ ഉണ്ടാക്കിയാൽ നമുക്ക് മാംഗോ സൂഫ്ലയുടെ ടേസ്റ്റ് കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ബേക്കേഴ്സിൻ്റെ ഏത് ജെല്ലി ക്രിസ്റ്റൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. ഞങ്ങൾ ബേക്കേഴ്സിൻ്റെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ മാംഗോ ജെല്ലി ക്രിസ്റ്റൽ എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അതിനൊന്ന് പൊട്ടിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഒരു സോസ് പാനിലോട്ട് നമ്മൾ 1.5 ഗ്ലാസ്സോളം 1.5 ഗ്ലാസ് അല്ലെങ്കിൽ 1.5 കപ്പ് വെള്ളം നമ്മൾ വെച്ചെടുത്തിട്ട് നമ്മൾ ഗ്യാസിൽ അടുപ്പത്ത് നമ്മൾ വെച്ച് കൊടുക്കുകയാണ്. നമ്മുടെ ഈ ഒരു സോസ് പാന് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് തിളച്ച് വരുമ്പോഴാണ് നമ്മൾ ഇടേണ്ടത്. അപ്പോൾ സാധാരണയായിട്ട് ആൾക്കാർ എങ്ങനെയെന്ന് പറഞ്ഞാൽ ആദ്യം തിളപ്പിക്കും വെള്ളം തിളപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു ജെല്ലി ക്രിസ്റ്റൽ ഇതിൻ്റെ പൗഡറും ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് അവരൊരു കണ്ടെയ്നറിലോട്ട് മാറ്റി വെക്കും. എന്നിട്ട് അവരപ്പോൾ തന്നെ ഫ്രീസറിലോട്ട് വെക്കും ഒരു 10-15 മിനിറ്റോളം. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിനേക്കാൾ എനിക്ക് ഒരിതായിട്ടുള്ളത് ഇതാണ്. ഇത് ഇങ്ങനെ തിളച്ച് വരുമ്പോൾ നമ്മുടെ ഈ ഒരു പൗഡർ നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. നമ്മുടെ ഈ ഒരു മാംഗോയുടെ പൗഡർ, നമ്മൾ ഈ മാംഗോ ജെല്ലി ക്രിസ്റ്റലിൻ്റെ പൗഡർ നമ്മൾ ഈ ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരു സ്പൂൺ അല്ലെങ്കിൽ ഒരു സ്പാച്ചിലർ എന്തെങ്കിലും വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇതിൻ്റെ ആ ഒരു പൊടി ഭാഗം ഒന്നും ഉണ്ടാവാൻ പാടില്ല. നന്നായിട്ട് മിക്സ് ചെയ്തിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ ജെല്ലി ക്രിസ്റ്റലിൽ കട്ട ഒരു കഴിക്കുമ്പോഴായാലും ഒരു ഭംഗി ഉണ്ടാവില്ല. അങ്ങനെ പിന്നെ ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ ആ ഒരു ജെല്ലി ക്രിസ്റ്റലിലൂടെ തന്നെ ഒരു വൈറ്റ് പൗഡറും കൂടി നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ഒരു വൈറ്റ് പൗഡറും കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതിലോട്ട് വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ലൈക്ക് ഇപ്പോൾ പഞ്ചസാരയോ മിൽക്ക് മെയ്ഡൊന്നുമില്ല. അതിൻ്റെ മധുരം ആ ഒരു പുളി നമ്മുടെ ഈ ഒരു പൗഡറിൽ തന്നെ ഉള്ളതാണ്. അപ്പോൾ അതും കൂടി എല്ലാവരും ശ്രദ്ധിക്കുക. ഇനി ഇതിൻ്റെ ചെറുങ്ങനെ അവിടെ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സായിട്ട് വരണം. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമ്മൾ ആ ഒരു പൊടിയും കട്ടയും കാര്യങ്ങളിലേക്ക്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ കണ്ടിട്ടുണ്ട് നിങ്ങൾക്ക്. ഇപ്പോൾ എല്ലാം നല്ലോണം നമ്മുടെ ഈ ഒരു വെള്ളത്തിൽ ഡിസോൾവ് ആയി പോയിട്ടുണ്ട്, നമ്മുടെ പൗഡറും കാര്യങ്ങളെല്ലാം. അങ്ങനെയാകുമ്പോൾ നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റിലായിട്ടിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. അപ്പോൾ പലരുടെയും ഒരു ഇതാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ സൂഫ്ലേ ചെയ്താൽ അതിലേക്ക് ആ ഒരു ടേസ്റ്റ് ഉണ്ടാവുന്നില്ല. ചിലപ്പോൾ അത് കട്ടയാവും,
ചിലപ്പോൾ അത് നേരെ ആവില്ല, ജെല്ലി ഒന്നും ആവില്ല, അങ്ങനെയെല്ലാം പറയും. അങ്ങനെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ പിന്നെ നമ്മൾ അത് തിളച്ച് വരുമ്പോൾ നമ്മുടെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളൊരു പാത്രത്തിലോട്ട് നമ്മളിത് ഒഴിച്ചെടുക്കുകയാണ്. എന്നിട്ടിത് പുറത്ത് ഇതിൻ്റെ ഈ ഒരു ചൂടാറണം. ഈ നല്ല ഹോട്ടായിട്ട് നമ്മൾ ഫ്രീസറിൽ വെക്കാൻ പാടില്ല. ഇതൊന്ന് തണിഞ്ഞ് വരണം, നമ്മൾ അവിടെ തന്നെ വെക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഈ ഒരു സംഭവം റെഡിയാക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഗുഡ് ലൈഫ്, നമ്മുടെ നല്ല ജീവിതം, ഒരു പാക്കറ്റ് മുഴുവനായിട്ടും ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഒരു 2 ഗ്ലാസ്സോളം നമ്മുടെ മിൽമ പാലും നമ്മൾ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മൾ പച്ചവെള്ളം ചേർക്കാൻ പാടില്ല. എന്നിട്ടിതാ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ 1/2 കപ്പോളം നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. ഈ ഒരു പഞ്ചസാര നന്നായിട്ടൊന്ന് ഡിസോൾവ് ചെയ്ത് വരണം. അതിന് ശേഷം നമ്മൾ 1/4 കപ്പോളം നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്ക്, നമ്മൾ നെസ്റ്റലിൻ്റേതാണ്, ഏത് മിൽക്ക് മെയ്ഡ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം, അമൂലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതാ നമ്മളിതാ 1/4 സ്പൂൺ എന്ന് പറയുന്നത് 1/4 കപ്പോളം നമ്മൾ കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നത് എന്തിനെന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ നമ്മൾ പ്ലെയിൻ പഞ്ചസാരയോട് മാത്രമായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ടേസ്റ്റ് ഇരിക്കത്തില്ല എന്നല്ല, എന്നാൽ നമുക്ക് കൂടുതൽ ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. നമ്മൾ എത്രത്തോളം നമ്മുടെ ഐറ്റംസ് നന്നായിട്ട് ചെയ്യുന്നോ അത്രയും ടേസ്റ്റ് കൂടുതലാണ്. അങ്ങനെ ഇതാ ഞാൻ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു മിൽക്ക് നമുക്കൊന്ന് തിക്കായി വരാൻ വേണ്ടിയിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് കോൺഫ്ലവർ പൊടി. അപ്പോൾ നമ്മുടെ ഒരു 2.5 സ്പൂണോളം കോൺഫ്ലവർ പൗഡർ ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു പാലൊന്ന് തിളച്ച് വരുമ്പോൾ, ഒരു അത്യാവശ്യം ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ ഇതിൽ നിന്ന് കുറച്ച് ഒരു 2-3 സ്പൂണോ മിനിറ്റ് നമുക്ക് ആ ഒരു നമ്മുടെ പൗഡർ ഒന്ന് മുങ്ങിക്കിട്ടാൻ വേണ്ടിയിട്ട് ഇതാ ഞാൻ ഒന്നൊഴിച്ചപ്പോൾ ഒരു അത്യാവശ്യത്തിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഒഴിച്ചെടുക്കുകയാണ്. അങ്ങനെ ഇതാ ഞാനൊരു 2.5 ഈ ഒരു സ്പൂണിൽ വെച്ചിട്ട് 2.5 ഞാൻ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഇവിടെ ഈ ഒരു കോൺഫ്ലവറിൽ കട്ടയൊന്നും ഇരിക്കാൻ പാടില്ല, നന്നായിട്ട് നല്ല മിക്സായിട്ട് വരണം. നമ്മുടെ ആ ഒരു കട്ട പോലെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു സൂഫ്ലയിലും അതുപോലെ ഇരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ, നന്നായിട്ട് ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഒരു കട്ടയോ കാര്യങ്ങളോ ഒന്നുമില്ല, നമ്മൾ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെയാവുമ്പോൾ നമ്മുടെ ഈ ഒരു പാല് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഈ ഒരു കോൺഫ്ലവറിൻ്റെ മിക്സ് ചേർത്തതിന് ശേഷം എല്ലാവരും ശ്രദ്ധിക്കണം, നമ്മൾ കൈവിടാണ്ട് ഇളക്കിക്കൊള്ളണം. ഇല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു പാത്രത്തിൻ്റെ അടിഭാഗത്ത് പറ്റിപ്പിടിക്കും. അപ്പോൾ അതിൽക്ക് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവത്തില്ല. അപ്പോൾ നമ്മൾ കൈവിടാണ്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം. അങ്ങനെ ഇതാ ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. നമ്മുടെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, ജസ്റ്റ് ഒരു നമ്മുടെ നോർമലായിട്ടുള്ള പാത്രത്തിലൊക്കെ ആകുമ്പോൾ അങ്ങനെ ഇതാ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഈ ഒരു കോൺഫ്ലവർ ഇട്ടതിന് ശേഷം ഇതുപോലെ തിളച്ച് വരണം. നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ നോക്കും, നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെ തിളച്ച് വരണം. കൈ വിടാണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കണം. അങ്ങനെയാവുമ്പോൾ ഇങ്ങനെ തിളച്ച് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നമ്മുടെ 2 മണിക്കൂറോളം നമ്മൾ പുറത്ത് ഒന്ന്
ചൂടാറാൻ വേണ്ടി വെക്കുക. ആ സമയത്ത് നമ്മുടെ ജെല്ലി ക്രിസ്റ്റലും നമ്മുടെ മാംഗോ പൾപ്പും ഒക്കെ നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു പാത്രം നമ്മൾ അടുപ്പത്ത് നിന്ന് എടുത്തതിന് ശേഷം ഈ മിക്സ് പിന്നീട് നമ്മൾ ഇളക്കാൻ പാടില്ല. എന്നാൽ പിന്നെ അത് നമ്മുടെ ഒരു അത്യാവശ്യത്തിനുള്ള തിക്നെസ് കിട്ടത്തില്ല. അപ്പോൾ അത് നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ, അവിടെ തന്നെ ജെല്ലിയായി വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ മാംഗോയും നമ്മുടെ ചൂടാറിയിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഇത് രണ്ടും ഒന്ന് ഫ്രീസറിലല്ല ഫ്രിഡ്ജിൽ നമ്മൾ 2 മണിക്കൂർ അരമണിക്കൂറോളം സെറ്റാക്കി എടുക്കാം. അപ്പോൾ ഇതിപ്പോൾ രാവിലെയാണ് ഞാനിപ്പോൾ ഈ ഒരു പുഡിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുള്ളത്. അപ്പോൾ പിന്നെ വൈകിട്ടായിട്ടായിരിക്കും നമ്മൾ ഇതെല്ലാം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതും നന്നായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ ഫ്രിഡ്ജിൽ വെച്ച് പിന്നെ ഒരു 4 മണിയെല്ലാം ആകുമ്പോൾ നമ്മുടെ ഉഴുന്ന് നമ്മൾ പൊഴുത്തിയിരുന്നു. അപ്പോൾ അതൊന്ന് പൗർന്ന് കിട്ടണം. ഒരു 2 മണിക്കൂറോളം പൗർന്നതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തെടുത്തിട്ട് നമ്മളൊന്ന് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് പേസ്റ്റ് ചെയ്ത് വരാം. അങ്ങനെ നമ്മൾ ഗ്രൈൻഡ് പേസ്റ്റ് ആക്കിയിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ ആയിരിക്കണം നമുക്ക് കിട്ടേണ്ടത്. നമ്മൾ ജ്യൂസിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, നമ്മളിത് ചെയ്യുന്നത് നമ്മുടെ ഗോളി ബജയാണ്. അതന്നെ ഗോളി ബജ. ഇത് നന്നായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഇങ്ങനെയാകുമ്പോൾ നമ്മുടെ ചോപ്പറിലോട്ട് നന്നായിട്ട്, ചോപ്പറില്ലാത്തവർ നമ്മുടെ ഉള്ളി സവോളയും അതുപോലെ തന്നെ പച്ചമുളകും മല്ലിയിലയും ഒരു കഷ്ണം ഇഞ്ചിയും നന്നായിട്ട് ചോപ്പറിലൊന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് വെച്ചെടുക്കണം. നല്ല പൊടിയാവണം. കത്തി വെച്ചിട്ടായാലും നല്ലോണം നേരിട്ടാണ്. അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നമുക്ക് ഒരു 5-10 മിനിറ്റ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്ത് വെക്കാം. എന്നിട്ട് വേണം, അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ട്, അപ്പോൾ ഒരു കളർഫുള്ളിന് വേണ്ടിയിട്ടും പിന്നെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ ആകുമ്പോഴേക്കും ഞാനിവിടെ നമ്മുടെ കസ്കിസിൻ്റെ സർവത്ത്, നമ്മുടെ ഈ ഒരു വാഴപ്പഴമൊക്കെ ഇട്ടിട്ടുള്ള കസ്കിസിൻ്റെ സർവത്ത് റെഡിയാണ്. അങ്ങനെ നമ്മൾ എണ്ണ ഒഴിച്ച് നമ്മുടെ ഇത് ചൂടായി വരുമ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ച മാവുണ്ടല്ലോ, ഈ മാവ് നമ്മൾ ഓരോന്നായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. എൻ്റെ കൈ വെച്ചിട്ടോ നമ്മൾ സ്പൂൺ വെച്ചിട്ടോ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് എണ്ണ ഉണ്ടാക്കിയിട്ടൊന്ന് കൊടുക്കുക. എന്നിട്ടിതൊരു ലൈറ്റ് ബ്രൗൺ കളറാകുമ്പോൾ അത്യാവശ്യം ഒരു ബ്രൗൺ കളറാകുമ്പോൾ നമുക്കൊന്ന് അങ്ങോട്ടൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതെല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതൊന്ന് അവിടെ ഒന്ന് അത്യാവശ്യം ഒരു ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്കിതൊന്ന് കോരിയെടുക്കാവുന്നതാണ്. ഞാൻ ഓരോന്നായിട്ട് കോരിയെടുത്ത് നമ്മുടെ പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ നല്ല ഗോളി ബജ റെഡിയാണ്. പിന്നെ നമ്മുടെ ചട്നിയുടെ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, നമ്മൾ വേറെ തന്നെ ചെയ്യുന്നതായിരിക്കും. നല്ല അടിപൊളി ചട്നിയാണ്. പിന്നെ നമ്മൾ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സർബത്തും ഫ്രൂട്ട്സും ഡേറ്റ്സും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു എണ്ണക്കടിയും ഒക്കെ റെഡിയാണ്. അങ്ങനെ ഇവിടെ ഒന്ന് ഇങ്ങനെ കാത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാവുമ്പോൾ ബാങ്കും കൊടുത്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടായിരുന്നു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമ്മുടെ സൂഫ്ലയുടെ വീഡിയോ നമ്മൾ അത്രയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ നെക്സ്റ്റ് വീഡിയോ നമ്മുടെ പാർട്ട് 2 ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.